ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഈ മനോഹരമായിട്ടുള്ള സ്കെയിലപ്പിൻ്റെ 3rd എഡിഷനിൽ പൂർണ്ണ സമയം ഇരിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൊണ്ട് വളരെ പാക്ക്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനിടയിലായതുകൊണ്ടുമാണ് നിങ്ങളെ കണ്ടുപോകാം എന്ന് മാത്രം വിചാരിക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞങ്ങളിങ്ങനെ ഒരു വൈൽഡ് ഡ്രീം നമ്മുടെ പെരിന്തൽമണ്ണ പോലെയുള്ളൊരു 3 ടയർ സിറ്റിയിൽ, ഒരു കൊച്ചിയിലോ തിരുവനന്തപുരത്തോ മാത്രം നടന്നു ശീലമുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റുള്ള കുട്ടികളുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരിക്കലും ഇതുപോലെ ഒരു ജനകീയമാകും എന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ നിറഞ്ഞ ഹാളിന് മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. താങ്ക് യു ഓൾ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ലോകം അത്ഭുതകരമായി മാറുന്ന ഈ ഘട്ടത്തിൽ ഒരു കാലത്ത് നമ്മളൊക്കെ സംസാരിച്ചിരുന്ന കാര്യം എന്താണ്? മസിൽ പവർ ഉള്ളവരുടേതാണ് ലോകം എന്നായിരുന്നു. ലോകം പിന്നെയും മുന്നോട്ട് പോയി. നമ്മൾ സംസാരിച്ചത് ആയുധബലമുള്ളവരുടേതാണ് ലോകമെന്നായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം, അത് രണ്ടുമല്ല, ടെക്നോളജി ഉള്ളവരുടേതാണ് ലോകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമ്മിറ്റിന് നമ്മൾ AI സമ്മിറ്റ് എന്ന് പേര് നൽകുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിൽക്കുമ്പോഴും, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ബിസിനസ് ചെയ്യുമ്പോഴും നിങ്ങളെല്ലാവരെയും ഒരുപോലെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയായി AI മാറിയ ഒരു കാലത്താണ് നാം ഇവിടെ ഈ പ്രോഗ്രാം ഇത്തവണ സംഘടിപ്പിക്കുന്നത്. ഞാനിവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള എല്ലാവരോടും പറയുന്നു, സ്കെയിലപ്പ് വില്ലേജ് എന്ന് പറയുന്ന ആശയം, ഞങ്ങൾ കുറച്ച് നല്ല ഓൺട്രപ്രണേഴ്സ് എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്, മുസ്തഫയുണ്ട്, ഇബ്നു ഉണ്ട്, അതുപോലെ ഞങ്ങളുടെ ഡയറക്ടേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. വളരെ പ്രൗഡ്ലി ഐ ക്യാൻ സേ, അവരുടെ ഡെഡിക്കേഷനും അവരുടെ വിൽ പവറും അവരുടെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നവും നടത്തുന്നത് നാളെ അവരെക്കാൾ മികവുറ്റ ഓൺട്രപ്രണേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഞാൻ പലപ്പോഴും സ്വപ്നം കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ത്രട്ടായി മാറുകയാണ്. ഒരുപക്ഷെ നാളെ നമ്മുടെ നാട് എന്താണ് സംഭവിക്കുക എന്ന് ഓരോരുത്തരും ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് വലിയ തോതിൽ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. പഠിക്കാൻ പുറത്തു പോകുന്നത് സ്വാഗതാർഹമാണ്. ഇവിടെ എഡ്രൂഡ്സിൻ്റെ ഓണർ കൂടിയായിട്ടുള്ള മുസ്തഫ ഇരിക്കുന്നുണ്ട്. മുസ്തഫ ഒരുപാട് കുട്ടികളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മളുടെ നാട്ടിൽ ഈ പഠിച്ച കുട്ടികളെല്ലാം തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ തന്നെ അവരുടെ ഗ്ലോബൽ എക്സ്പീരിയൻസിനെ നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കറ്റിലേക്ക് തന്നെ കണക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ സംഭവമായി മാറും. പ്രത്യേകിച്ച് ഫിൻടെക്, ഇബ്നു ജല ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫിൻടെക് കമ്പനികൾ ഇന്ന് ലോകത്ത് വലിയ തോതിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. എൻ്റെ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത്, ഈ പെരിന്തൽമണ്ണ ഒരു 3 ടയർ സിറ്റി മാത്രമാണ്. ഒരു കൊച്ചിയല്ല, കോഴിക്കോടല്ല, തിരുവനന്തപുരമല്ല. പക്ഷേ ഞങ്ങളുടെ വലിയ ആഗ്രഹം ഈ പെരിന്തൽമണ്ണ ലോകത്തിലെ ഏറ്റവും വലിയ MNC കമ്പനികളുടെ ബാക്ക് ഓഫീസുള്ള ഒരു നഗരമായി മാറണം എന്നുള്ളതാണ്. ആയിരക്കണക്കിന് യുവതികളും യുവാക്കളും ജോലി ചെയ്ത് അവർ US ജോലിക്ക് പോകാതെ, UK ജോലിക്ക് പോകാതെ, അവർ കൊടിയ തണുപ്പിൽ, മരം കോച്ചുന്ന തണുപ്പിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യാതെ അവർക്ക് യൂറോയിലും ഡോളറിലും ശമ്പളം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് ബാക്ക് ഓഫീസ് ഉണ്ടാക്കണം പെരിന്തൽമണ്ണയിൽ എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഈ സ്കെയിലപ്പ് തീർച്ചയായിട്ടും ഇന്നൊരു വലിയ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി, ഒരു NGO ലെഡ് കമ്പനിയായി, ഒരു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം നമുക്ക് ഒരു ഗ്രാമത്തിൽ നിന്ന്, ഒരു 3 ടയർ സിറ്റിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ അതിനെ നമുക്ക് എല്ലായിടത്തേക്കും റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കാലത്ത് ഈ പെരിന്തൽമണ്ണ അറിയപ്പെട്ടത് ഹോസ്പിറ്റൽ സിറ്റി എന്നായിരുന്നു. ഇന്ന് ഹോസ്പിറ്റൽ സിറ്റിയോടൊപ്പം ഇതൊരു എഡ്യൂക്കേഷൻ സിറ്റി എന്ന് ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത്
ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരോടും ഞാൻ പറയുന്നു, ഈ ഹോസ്പിറ്റൽ സിറ്റിയെ, എഡ്യൂക്കേഷൻ സിറ്റിയെ ഒരു IT സിറ്റി കൂടിയാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുംബൈയിൽ വലിയ തിരക്ക് അവിടുത്തെ ജീവിതത്തെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്നു. ബാംഗ്ലൂരിൽ അവിടുത്തെ ജലദൗർലഭ്യം വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഡൽഹിയിൽ പൊല്യൂഷൻ ഒരു വലിയ സങ്കീർണമായ പ്രശ്നമായി നിലനിൽക്കുന്നു. ഇനിയുള്ള അവസരങ്ങൾ വരാൻ പോകുന്നത് പെരിന്തൽമണ്ണ പോലെയുള്ള നഗരങ്ങൾക്കാണ്. അതുകൊണ്ട് ഈ നഗരങ്ങളെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതുകൂടി ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ മികവുറ്റ സാന്നിധ്യത്തോടെയും കണക്ടിവിറ്റിയോടെയും നമുക്ക് മാറ്റാൻ കഴിയണം. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം, ഈവൻ പൊളിറ്റിക്സ് പോലും, ഈവൻ തെരഞ്ഞെടുപ്പ് പോലും, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും AI കണക്റ്റഡായി എല്ലാം മാറിയ ഒരു കാലമാണ്. ടെക്നോളജിയാണ് എല്ലാം ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തവണത്തെ നമ്മുടെ സ്കെയിലപ്പിൻ്റെ നമ്മുടെ ആശയം തന്നെ പ്രിയപ്പെട്ട നദീമും ടീമും ആലോചിക്കുമ്പോൾ, നദീം സഫ്രാനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയോ? ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയുന്ന ഒരു പേര് നദീം സഫ്രാൻ്റേത് കൂടിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും നമുക്കൊക്കെ ഒരു മോഡലായിട്ടുള്ള ഒരാളാണ്. അവരുണ്ടാക്കുന്ന ഒരു വലിയ തരത്തിലുള്ള ഒരു ഇന്നൊവേറ്റീവായ ആശയങ്ങൾ നമ്മളുടെ അടുത്ത ഒരു തലമുറയ്ക്ക് തീർച്ചയായിട്ടും താരാക്കാർട്ട് ഉൾപ്പെടെയുള്ള അവരുടെ ഇന്നൊവേറ്റീവായിട്ടുള്ള സംരംഭങ്ങൾ, നമ്മളൊക്കെ ഏത് തരത്തിലാണോ നിങ്ങൾ ഇനിയുള്ള കാലത്ത് പുതിയ ആശയങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നത്, അതിനെയെല്ലാം വിപണിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ടായത് പെരിന്തൽമണ്ണയിൽ നിന്നാണ് എന്നതും ഏറെ കൗതുകത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നാട്, ഓരോ നാടും മാറണം. ഈ നാടും മാറും. അതോടൊപ്പം നമ്മളുണ്ടാക്കുന്ന ഈ വലിയ തോതിലുള്ള ആലോചനകൾ പലപ്പോഴും ഇവിടെ കഴിഞ്ഞ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി കഴിഞ്ഞ 2 സ്കെയിലപ്പ് കോൺക്ലേവിനും വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത്ര ഫുട്ഫാളുള്ള ഒരു വലിയ സമ്മിറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെ നടത്താൻ കഴിഞ്ഞു എന്നാണ്. ഞാൻ തിരിച്ചു പറഞ്ഞ ഒരു കാര്യം, മലബാറിലെ എല്ലാ സമ്മിറ്റുകളും വിജയിപ്പിക്കുന്നത്, അത് കൊച്ചിയിൽ നടക്കുമ്പോഴും അത് കോഴിക്കോട്, അത് തിരുവനന്തപുരത്ത് നടക്കുമ്പോഴും ആ സമ്മിറ്റുകളെ മുഴുവൻ വിജയിപ്പിക്കുന്നത് മലബാറിൽ നിന്ന് പോകുന്ന ഓൺട്രപ്രണേഴ്സായ യങ്സ്റ്റേഴ്സാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ യങ്സ്റ്റേഴ്സിൻ്റെ സ്വന്തം നാട്ടിലേക്ക് നമ്മളിതാ ഒരു കോൺക്ലേവ് കൊണ്ടുവന്നിരിക്കുന്നു. ആ കോൺക്ലേവ് തന്നെ ഒരു ആശയമായി വളർന്നിരിക്കുന്നു. അതിന് 3 വയസ്സായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ. നിങ്ങളുടെ പിന്തുണയ്ക്കും അതുപോലെ തന്നെ ഈ സ്കെയിലപ്പിനെ ഇത്ര സീരിയസ് ആയി കണ്ട് ഓരോ സെഷനുകളും അത്രയേറെ ഡാറ്റകൾ നിറഞ്ഞ, ഏറ്റവും നല്ല ഇൻഫർമേഷൻ നിറഞ്ഞ, നോളജ്ഫുള്ളായിട്ടുള്ള ഓരോ സെഷനും ലീഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും അതുപോലെ ഗസ്റ്റുകളായി പങ്കെടുത്തവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹം കുറച്ച് ആ തിരക്ക് പിടിച്ച സ്കെഡ്യൂളിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചു. കുറച്ച് സമയം കൂടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ്. സോ മൂവിങ് ഓൺ ടു വെൽക്കമിങ് മിസ്റ്റർ നദീം അഹമ്മദ്, നമ്മുടെ സ്കെയിലപ്പ് വില്ലേജിൻ്റെ CEO ആണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ഒരു വില്ലേജിൽ നിന്നും നമ്മളൊരു സ്കെയിലപ്പ് കോൺക്ലേവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പറയേണ്ട ഒരു പേരും നദീം കേട തന്നെയാണ്. അപ്പോൾ നദീം സാറിനെ കൂടെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി അടുത്തതായി iCorpന്റെ ഒരു ലോഗോ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ വെൽക്കമിങ് നദീം സർ ഓൺ ടു ദ സ്റ്റേജ് പ്ലീസ്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നദീം സർ, ഐ ബിലീവ് ഇപ്പോഴും അദ്ദേഹം നമ്മുടെ ഈ ഒരു കോൺക്ലേവിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഓരോ തിരക്കിൽ ഓടി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ എത്രയും വേഗം നമ്മൾ സ്റ്റേജിലേക്ക് വരാനായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യാണ്. And with us, ladies and gentlemen, so moving on to the launch, the grand launch of iCorp, let me welcome Mr. Mohammed Zamil, co-founder iCorp Future. Please, നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയുടെ മണ്ണിലേക്ക് ഏറ്റവും അധികം സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. Welcoming Mr. Rahul K, iCorp founder, and also Mr. Mohammad Irshade, director, iCorp Future. So that's it. And നമ്മൾ നേരത്തെ നദീം സാറിനെ നമ്മൾ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്കിവിടെ വേണം, ബിക്കോസ് സ്കെയിലപ്പ് വില്ലേജിൻ്റെ കൂടെ ഒരു ഭാഗമായി. And here we have, so moving on to the grand logo launch of iCorp.
നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായ ജനപ്രതിനിധി നജീബിക ഇവിടെയുണ്ട്. നജീബ് സർ ഇസ് ഹിയർ ആൻഡ് ഹിയർ വി ഗോ. നമുക്ക് എല്ലാവർക്കും ഒരു കൗണ്ട് ഡൗൺ ചെയ്താലോ? 5 4 3 2 എന്ന് നമുക്കൊന്ന് കൗണ്ട് ഡൗൺ ചെയ്താലോ പ്ലീസ്? എവരിബഡി, can we do that? Yes, and here we go on the count of 5. Please ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എണ്ണാം. 5 4 3 2 1 and here we go. A big round of applause to iCall. And here, this is iCall Future Upskill Your Next. So thank you so much, നജീബ് സർ. അദ്ദേഹം നമ്മുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇനി ഐ വുഡ് ലവ് ടു വെൽക്കം ഒരു 2 വാക്ക് സംസാരിക്കുന്നതാണ്. നമ്മുടെ ഐകോർപ്പിൻ്റെ ലോഗോ ലോഞ്ച് കഴിഞ്ഞ് അവർ നേരെ ഇറങ്ങുകയാണ്. പക്ഷേ വി വുഡ് ലവ് ഒരു 2 വാക്ക് അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ സംസാരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സോ മൂവിങ് ഓൺ ടു ദി അവാർഡ് സെഷൻ. അപ്പോൾ ഇന്നത്തെ ഒരു സ്കെയിൽ അപ്പ് കോൺക്ലേവിൻ്റെ ഭാഗമായി we are presenting the Scale Up Awards, and here moving on to the very first set of award. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ തന്നെ നമുക്കൊരു അവാർഡ് കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ആൻഡ് ഏറ്റവും ആദ്യത്തെ ഈ ഒരു അവാർഡ് ക്വാളിഫയർ, ദിസ് ഇസ് ദ സ്കെയിൽ അപ്പ് അവാർഡ്സിലെ ദ ഫസ്റ്റ് അവാർഡ് goes to, this is a token of appreciation, a gesture of kindness to the people. Let me welcome Mr. Muhammad Ali Chengadan from Solar. നല്ലൊരു കയ്യടി കൊടുക്കാം. He is the chairman, the director, the all-in-one of Solar Energy, the renewable solar energy എല്ലാവർക്കും ആക്സസിബിൾ ആകാനായിട്ടുള്ള ഒരു തീരുമാനം 25 വർഷങ്ങൾക്ക് മുൻപ് വെറും 4 പേരിൽ തുടങ്ങിയ ഒരു ചെറിയ സംരംഭം, അതാണ് സോളർ. ആൻഡ് ഇന്ന് ഈ 25 വർഷങ്ങൾക്കിപ്പുറം 100 കോടിയിലധികം ടേൺ ഓവർ ഉള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയായി വളർന്ന സോളർ, മേക്കിംഗ് ദ റിന്യൂവബിൾ സോളാർ എനർജി ആക്സസിബിൾ ടു എവ്രിബഡി. അദ്ദേഹത്തിന്റെ മകനും ഇപ്പോഴത്തെ സോളാറിന്റെ എല്ലാമായ മിസ്റ്റർ മുഹമ്മദ് റിനാദ് കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് മിസ്റ്റർ മുഹമ്മദ് അലി ചേങ്ങാടൻ സർ റിസീവിംഗ് ദി അവാർഡ് ഫ്രം അവർ വെരി ഫേവറേറ്റ് MLA സർ. നല്ലൊരു കയ്യടി കൊടുക്കാം. Moving on to welcoming the next Scale Up Awards. And അടുത്ത ഈ ഒരു അവാർഡിന് അർഹമായിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ചിന്താഗതിയിലൂടെ സാധാരണ അടച്ചിട്ട ക്ലാസ് മുറികൾക്ക് പകരം തുറന്ന ക്ലാസ് റൂമും തുറന്ന ചിന്താഗതിയുമായി പുതിയ ഒരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് we have the representative from School of Skills SOS കോഴിക്കോട്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. A big round of applause as we welcome SOS-ന്റെ ഒരു വലിയ ടീം തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്. A very big round of applause to the team SOS. Can we have a very big round of applause? നമ്മളുടെ ഇനി വരാൻ പോകുന്ന ഭാവി തലമുറയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു ഇന്നോവേഷൻ to revolutionize the industry, and that is what School of Skills SOS Calicut has in store for all of us. And what a moment it is. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നജീബിക നമ്മുടെ കൂടെ ഒരു അംഗമായി ഈ ഒരു നിമിഷം മാറിയിരിക്കുകയാണ്. And that is what we are witnessing here on stage. So നജീബിക ഒരുപാട് നന്ദി. ഇനി നമുക്ക് അടുത്ത ഒരു അവാർഡിലേക്ക് പോവാം. The next Scale Up Award in Scale Up Conclave 2026 goes to ആരോഗ്യരംഗം. എപ്പോഴും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു രംഗമാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഈ ഒരു ഹെൽത്ത് കെയറിൽ ഏറ്റവും നല്ല രീതിയിൽ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് ഹെൽത്ത് കെയറിൽ തന്നെ മാറ്റിമറിക്കുന്ന പലതരം ഡിസിഷൻസുമായി നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ലെറ്റ് മീ വെൽക്കം Sahaga team Dr. Muhammad Rafi onto the stage.
A very big round of applause as we welcome Dr. Mohammad Rafi from Sahagar. അദ്ദേഹം ഓൾറെഡി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. We have a wonderful team, a very young, talented, dynamic team from Sahagar. So that's it. A group of young entrepreneurs is here on stage, on the stage of Scale Up Conclave 2026. So congratulations. Yeah, sure, sir. സഹകാറിനെ കുറിച്ച് ജസ്റ്റ് ഒരു വാക്കുകൂടി ഞാൻ പറയാണ്. ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ഓഫ് പെരിന്തൽമണ്ണ. ഐ ക്യാൻ പ്രൗഡ്ലി സേ. കാരണം ഞാൻ ഇവരുടെ സഹകാർ ഉദ്ഘാടനം ചെയ്ത ആൾ ഞാനാണ്. പക്ഷേ ഇന്ന് അത് 2 വർഷം അല്ലേ 3 വർഷം കൊണ്ട് കഴിഞ്ഞ 3 വർഷം കൊണ്ടുണ്ടായ അച്ചീവ്മെൻറ്റ് വളരെ ട്രെമൻഡസ് ആണ്. ഒരു നല്ല ക്ലാപ്പ് അവർ കൊടുക്കണം. കാരണം നമ്മുടെ നാട്ടിൻപുറത്ത് നിന്നാണ് പുതിയ ഓൺട്രപ്രണേഴ്സ് ആകാശങ്ങൾ വെട്ടിപ്പിടിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ജമീൽ ഇവിടെ ഉണ്ടായിരുന്നു. ജമീലും അങ്ങനെ തന്നെ നമ്മളുടെ കുട്ടികളെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇന്നിവിടെ ഈ ചെയറിലിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാണ്, അടുത്ത വർഷത്തെ സ്കെയിലപ്പ് ആകുമ്പോഴേക്കും നിങ്ങളൊരു പുതിയ കമ്പനിയുമായിട്ട് ഇവിടെ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് സർ. തീർച്ചയായിട്ടും അടുത്ത വർഷം ഇതിൽ നിന്ന് ഒരുപാട് ഓൺട്രപ്രണേഴ്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ അവാർഡ് വാങ്ങിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. Moving on to the last and final award of Scale Up Conclave 2026, the Scale Up Award, and this time we have a very, very special person. So let me welcome Mr. Dilshad and team from Vosai. നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. Another group of young entrepreneurs who have already set the benchmark high, the level high, the standards high, and that is Vosai. So congratulations and a very hearty welcome to the stage of Scale Up Conclave 2026. നമുക്ക് എല്ലാവർക്കും നന്നായിട്ടൊന്ന് കൈയടിക്കാം. ബിക്കോസ് ഒരു പക്ഷേ നാളെ ഈ ഒരു വേദിയിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഈ ഒരു അവാർഡ് വാങ്ങിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരിൽ നിങ്ങളിൽ ആരെങ്കിലും ആകട്ടെ. അപ്പോൾ നജീബ് ക ഒരുപാട് സന്തോഷം നമ്മളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തതിൽ. നല്ലൊരു കൈയടി കൊടുക്കാം പ്ലീസ്. നമ്മുടെ എല്ലാ സ്നേഹവും കാണിച്ച് പെരിന്തൽമണ്ണയുടെ സ്വന്തം നേതാവാണ് അദ്ദേഹം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻസ്. നമ്മൾ ഓൾറെഡി ഇവിടെ ഐ കോർപ്പിന്റെ ഒരു ഗ്രാൻഡ് ലോഗോ ലോഞ്ച് ഇവിടെ കാഴ്ചവെച്ചു. ആൻഡ് ഓൾസോ ഒരിക്കൽ കൂടി ഐ കോർപ്പിന്റെ മെയിൻ പീപ്പിൾ 3 പേരെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. മിസ്റ്റർ മുഹമ്മദ് ജമീൽ, മിസ്റ്റർ രാഹുൽ കെ ആൻഡ് മിസ്റ്റർ മുഹമ്മദ് ഇർഷാദ് എ. ഒരുപാട് സ്നേഹത്തോടെ ഐ കോർപ്പിന്റെ ഏറ്റവും 3 the very, very important personalitiesനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We have our co-founder iCorp Future, Mr. Mohammed Zamil, Mr. Rahul K, iCorp Future co-founder, Mr. Mohammed Irshad, Director, iCorp Future. So moving on to a presentation, over to you, sir. So this time നമുക്ക് ഒരാളല്ല, 2 ആളല്ല, 3 യങ് ഓൺട്രപ്രണേഴ്സ് ആണ് വേദിയിൽ നിൽക്കുന്നത്. അതും ഐ കോർപ്പിന്റെ ഭാഗമായിട്ട്. നമുക്ക് നല്ല ഉറക്കെ ഒന്ന് എല്ലാ സ്നേഹവും എടുത്തുകൊണ്ട് ഒന്ന് കൈയടിച്ചാലോ പ്ലീസ്. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടിയോട് കൂടെ തന്നെ 3 പേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം ഓൺ ടു ദിസ് ഗ്രാൻഡ് ഫ്ലോർ ഓഫ് സ്കെയിൽ അപ്പ് കോൺക്ലേവ് 2026. Over to the team of iCorp. Over to you, sir. Yes, good evening. Myself, Mohammed Zamil, പെരിന്തൽമണ്ണക്കാരൻ തന്നെയാണ്. നമ്മളിവിടെ പ്രൊഫിൻസ് എന്നുള്ളൊരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിൻ്റെ CEO ആണ് ഞാൻ. നമ്മൾ 2021 ഇവിടെ പെരിന്തൽമണ്ണയിൽ നമ്മൾ പ്രൊഫിൻസ് സ്റ്റാർട്ട് ചെയ്തത്. അന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ CA അല്ലെങ്കിൽ ACCA CMA പറഞ്ഞ കോഴ്സൊക്കെ ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ നാട്ടിൽ ഇത് പറ്റുമോ, അത് നമ്മുടെ നാട്ടിൽ വർക്കാവോ, അത് ഡിഗ്രീൻ്റെ കൂടെ നടക്കുമോ, ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു.
ഇന്ന് 2026 നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, CA എന്നുള്ള കോഴ്സിൽ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ടിൽ CAയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 2nd റാങ്ക് കേരളത്തിൽ ആദ്യമായി നമ്മുടെ പെരിന്തൽമണ്ണത്തെ ഫാത്തിമ ഷെസ എന്നുള്ള സ്റ്റുഡൻറ്റിനാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ നമ്മുടെ വലിയ ക്യാമ്പസും, പ്രൊഫിൻസിന് ഏറ്റവും വലിയ ക്യാമ്പസും തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മുമ്പൊക്കെ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു ട്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ആയിരുന്നു. അതിൽ മാറി നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ഹോസ്റ്റൽ കാര്യങ്ങളെല്ലാം ആയിട്ട് ടർഫ്, അതുപോലെ തന്നെ ഒന്നുകൂടെ കുട്ടികളെ എങ്ങനെ ഇങ്ങനത്തെ ഒരു കോഴ്സ് പ്രൊഫഷണലായി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ ഉഷാറായി പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് 2026 നമ്മൾ പുതിയൊരു ഒരു വെഞ്ചർ നമ്മളിന്ന് ലോഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ പേര് ഐകോർപ്പ് ഫ്യൂച്ചർ എന്നാണ്. മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ആൾറെഡി ജൂനിയർ ലെവലൊക്കെ അക്കൗണ്ട്സായി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള AI ടൂൾസ് അവരെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഇപ്പോൾ ഒരു കുട്ടി ദുബൈയിലോട്ട് പോവുകയാണെങ്കിൽ ദുബൈയിൽ ഉപയോഗിക്കുന്ന ഫൈനാൻസ് ലെവലിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്, അവിടുത്തെ ടാക്സേഷന്, അവിടുത്തെ നമ്മുടെ ഇൻറ്റേൺഷിപ്പ്, അവിടുത്തെ കമ്പനികളുടെ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഐകോർ ഫ്യൂച്ചറിൽ AI ഇൻ്റഗ്രേഷനോടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഓഫ്ലൈൻ സെൻറ്റർ ബാംഗ്ലൂർ, അതുപോലെ തന്നെ ദുബായ്, ചെന്നൈ എന്ന ഏരിയയിലായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ കോഴ്സ് വരുന്നത്. നമ്മുടെ ഫിനാൻസ് മാത്രമല്ല, ഫിനാൻസ്, ടാക്സേഷൻ, അതുപോലെ തന്നെ അനലിറ്റിക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു ആൾ. Good afternoon all. Myself Rahul, co-founder ആണ് ഐക്കോ ഫ്യൂച്ചറിൻ്റെ. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്റ്റുഡൻസിനും തിയററ്റിക്കൽ നോളജ് അത്യാവശ്യം അല്ലെങ്കിൽ അതിലധികം കിട്ടുന്നുണ്ട് അല്ലേ? പക്ഷേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അവർ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് ഒരു ജോബിന് വേണ്ടിയിട്ട്. സോ അവിടെയാണ് ഐക്കോ ഫ്യൂച്ചർ വരുന്നത്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തിയറി നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്നത് ആരെയാണ്? സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകളെയാണ് ആവശ്യപ്പെടുന്നത് അല്ലേ? സോ അവിടെയും നമ്മൾ ഐക്കോ ഫ്യൂച്ചർ നിലവിൽ വരുന്നുണ്ട്. സോ ഞങ്ങൾ ഫിനാൻസ്, HR, അനലിറ്റിക്സ്, അതുപോലെ തന്നെ ടാക്സേഷൻ മേഖലകളിലാണ് ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഓഫ്ലൈൻ, ഓൺലൈൻ, ഞങ്ങൾ ഇപ്പോൾ പെരിന്തൽമണ്ണ, ബാംഗ്ലൂർ, ചെന്നൈ, ദുബായിൽ നിലവിലുണ്ട്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ പ്രാക്ടിക്കൽ സ്കിൽ ട്രെയിനിങ്ങിലെ ഏറ്റവും നമ്പർ 1 ആവാനുള്ള ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതിൽ ഞങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു. Thank you, sir. Thank you so much. Thank you, everybody, on behalf of iCorp. So that was it. So, ladies and gentlemen, this is our Scale Up Conclave 2026. Ini, അടുത്തതായി we are moving on to a panel discussion. പക്ഷേ അതിന് മുൻപ് ഐ തിങ്ക് ഐകോർപ്പിനെ കുറിച്ച് അവരോട് സംസാരിച്ചു. ഐകോർപ്പ് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിലാണ് നമ്മളടുത്ത് ഷെയർ ചെയ്തത്. സോ വി ഹാവ് എ വീഡിയോ സ്പെഷ്യലി ഫോർ എവറിബഡി ഹിയർ. സോ ഓവർ ടു ദ വീഡിയോ വാൾ പ്ലീസ്. Welcome to iCorp Future. iCorp is a futuristic institute offering professional training in accounting, finance, and business and data analytics with in-depth learning and international standard infrastructure. We provide quality education and practical training for career success with a presence across Perinthalmanna, Bengaluru, Chennai, and Dubai. Students can learn through the iCorp Future app as well as offline batches. We are a direct partner of Zoho, enabling students to receive valid direct certifications. Our skill-based practical training ensures 100% placement support in top companies. iCorp Future. Upskill your next.